ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റ്, അത്ര രാവിലെ ഒന്നും എണീറ്റില്ല, എന്നാലും രാവിലെ എണീറ്റ് സൂര്യനെയൊക്കെ നോക്കി മുറ്റത്ത് വിരിഞ്ഞ പൂക്കളൊക്കെ നോക്കി ഇതാ ഇങ്ങനെ നടന്നു. ശംഖുപുഷ്പമൊക്കെ ഇതാ നല്ലോണം വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ചിലതിൻ്റെയൊക്കെ കളറൊക്കെ പോയിട്ടുണ്ട്, കാരണം അത് ഇന്നലെയൊക്കെ വിരിഞ്ഞതായിരിക്കും. അപ്പോൾ വെയിൽ കൊണ്ട് സ്വാഭാവികമായി കളറും പോകും. പിന്നെ ഇതാ നമ്മുടെ ചെമ്പരത്തിപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെയൊക്കെ ഇങ്ങനെ നോക്കി രാവിലെ ഇങ്ങനെ എണീച്ച് മുറ്റത്തൊക്കെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ ഇത് ഇരട്ട ചെമ്പരത്തി, അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണോ പറയാനറിയില്ല. പിന്നെ ഇത് കോളാമ്പിപ്പൂവ്. അങ്ങനെ ഒരു പൂക്കളെയൊക്കെ നോക്കി 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 ഇനി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണിച്ചു തരാം. ഈ ആൾ എൻ്റെ കൂടെ കുറച്ചെന്ന് പറയുമ്പോൾ 7 വർഷമായി. ഒരു കുഞ്ഞി കറിവേപ്പില തൈയായിരുന്നു. ഇതിനെ ചട്ടിയിൽ തന്നെയാണ് നട്ടിരിക്കുന്നതും. അപ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ വലുതായി ഇപ്പോൾ ഈ കാണുന്ന രീതിയിലായിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ എല്ലൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പം അതൊക്കെ ശരിയായി ഇപ്പം നമുക്ക് ഡെയിലി അത് നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള കറിവേപ്പില കിട്ടാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട കറിവേപ്പില ചെടിയും. അപ്പം ആദ്യം കാണിച്ച ചെടിയില്ലേ, അതിൻ്റെ അകത്ത് നിന്നുണ്ടായ കുട്ടിച്ചെടികളാണ് പിന്നെ ഈ കാണുന്ന ചെടികളൊക്കെ. അങ്ങനെ ചട്ടി നിറയെ നമുക്ക് കറിവേപ്പില ഇപ്പോൾ ഉണ്ട്. കുറച്ച് കറിവേപ്പില മാത്രമേ ഇതിലുള്ളൂ എങ്കിലും പക്ഷെ നമ്മളെ വീട്ടാവശ്യത്തിന് നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്, പുറമേ നിന്ന് വാങ്ങാറില്ല. അപ്പോൾ നമ്മൾ നട്ട് വളർത്തിയ ഒരു ചെടിയിൽ നിന്നും നമുക്കിങ്ങനെ കറിവേപ്പിലൊക്കെ പറിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ ഈ കറിവേപ്പില ഇട്ട തന്നെ നമ്മുടെ കറിയിട്ട് കൂട്ടുമ്പോൾ അതിൽ പ്രത്യേക സുഖവും പ്രത്യേക രുചിയും തന്നെയാണ്. അല്ലെങ്കിലും കറിവേപ്പിലേൻ്റെ രുചിയും ഗുണത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ തുളസി ചെടിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ തുളസി ചെടിയൊക്കെ നോക്കി. പിന്നെ ഇതാണ് എൻ്റെ കറ്റാർ വാഴ. അപ്പോൾ ഇതെൻ്റെ ബിഗ് കറ്റാർ വാഴ. ആ ബിഗ് കറ്റാർ വാഴയുടെ കുട്ടിയാണ് താഴെയുള്ള കുഞ്ഞി കറ്റാർ വാഴ. അപ്പം ഇതിന് കൂടെ വേറൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ഇളക്കി നോക്കിയപ്പോൾ ഇളകി വന്നപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, ഇതിൽ നട്ടില്ല, ഞാൻ വേറൊരു ചട്ടിയിലേക്ക് എടുത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ കുഞ്ഞി കറ്റാർ വാഴ. അതിന് കുഞ്ഞിലകളൊക്കെ നടക്കുന്ന വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കൂർക്കലച്ചപ്പ്. നമ്മുടെ പനിക്കും കവക്കെട്ടിനൊക്കെ വളരെ ഉപകാരപ്രദമായ കൂർക്കലച്ചപ്പ്. അങ്ങനെ അതൊക്കെ നോക്കി ഞാൻ ഒരു കവറിൽ മണ്ണ് നിറച്ചിരുന്നു. കുറേയായി നിറച്ചിട്ട് കുറേ കൊല്ലം. അപ്പം അതിലും കുറേ ചെടികളൊക്കെ വെച്ചിരുന്നു. പക്ഷെ എത്ര ചെടി വെച്ചാലും നന്നാവില്ല. അത് നന്നാവാത്ത കാരണം എന്താണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇതിനിടെ ഞാൻ ഒരു മുളകിൻ്റെ തൈ നട്ടിരുന്നു. അത് അത്യാവശ്യം വലുതൊക്കെ ആയി. അതിൽ നല്ല കുഞ്ഞി പുതിയ ഇലകളൊക്കെ വന്ന് ബ്രാഞ്ചസ് ഒക്കെ വന്നിരുന്നു. പക്ഷേ വില്ലന്മാരെ ഈ കുഞ്ഞൊച്ചകൾ അതിൻ്റെ വേരൊക്കെ തിന്നിട്ടാണെന്ന് തോന്നുന്നു. അത് ക്ഷീണിച്ച് ആകെ നാശമായി ആ ചെടി പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ മണ്ണുകൾ തന്നെ പുതിയൊരു മണ്ണ് എടുക്കേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ഞാനും ഇനി പോയി പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ചില്ലായിരിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.